അബിത ഇന്നലെ രാത്രിയാണ്. എന്ന് വെച്ചാൽ ഇന്ന് പുലർച്ചെ ഞാൻ പുലർച്ചെ 2:30 വരെ ഇരുന്നാണ് അത് വായിച്ചു തീർത്തത്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഒരു എൻ്റെയൊന്നും ബാല്യമായിട്ട് യാതൊരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ഒന്നായതുകൊണ്ടേ അതെന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോണില്ല. ഇന്ന് നമുക്ക് ചിലതൊക്കെ നമ്മളെ ബാധിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഇന്നിപ്പോൾ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് ആ കുട്ടികളെ, നിങ്ങളെ, അതായത് അതിലെ കഥാപാത്രങ്ങളെയൊക്കെ ഇങ്ങനെ കാണുന്ന പോലെ തോന്നുക. എനിക്ക് ഇപ്പോൾ തോന്നുകയാണ് മുൻപ് വായിച്ച 2 പുസ്തകങ്ങളേക്കാൾ നമ്മളെ വളരെയധികം എന്താ പറയുക, അതിലേക്ക് തന്നെ മുഴുകാൻ തോന്നിക്കുന്നൊരു പുസ്തകം. അതെഴുതുമ്പോൾ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവുന്ന മാനസിക വ്യഥകൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ ഒരിക്കൽ അനുഭവിച്ചത് വീണ്ടും നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് വീണ്ടും വീണ്ടും അനുഭവിക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവുമല്ലോ. അതും സ്വന്തക്കാരെ കുറിച്ച് എഴുതുമ്പോൾ അഥവാ പേരുകൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്തായാലും ഇതൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു ഈ വായന. എനിക്കിപ്പോൾ പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞ ഉടനെ അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റണില്ല. തീർച്ചയായിട്ടും എന്നെ അത് പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ പുസ്തകം. ഞാൻ വാസ്തവത്തിലൊരു കഥ ഒരു കുഞ്ഞു നോവൽ പോലെ ഒന്ന് എഴുതാൻ തുടങ്ങുന്ന സമയമായിരുന്നു. അതൊരു ഇത്തിരി എഴുതി വെച്ചിട്ട് ആ സമയത്താണ് അബിതയുടെ പുസ്തകം വന്നത്. അപ്പോൾ അന്ന് ഇവിടെ എനിക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നുകൊണ്ട്, ഗസ്റ്റും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആദ്യത്തെ ദിവസം അത് നോക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് സങ്കടമായി. പിന്നെ ഞാൻ കുറച്ച് വീതമാണ് വായിക്കാൻ പറ്റി. പിന്നെ ഇന്നലെ എന്നാലും എനിക്കത് ആ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ താഴെ വയ്ക്കാൻ തോന്നുന്നില്ല. അതിനെ നിർത്താതെ വായിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ അതാണ് ഇന്നലെ ഉറക്കം കളഞ്ഞിട്ട്, ഇന്നലെ ആകെ അപ്പോൾ ഞാൻ 2:30ക്കാണ് കിടന്നത്, 5 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്തു. അത്ര സമയം ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷെ ആ ഉറക്കത്തിൽ പോലും ഈ പുസ്തകം എൻ്റെ പുറകെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വല്ലാത്തൊരു അനുഭവം കൂട്ടി. നന്നായിട്ടുണ്ട് കേട്ടോ. എഴുതാനുള്ള ആ ഒരു ശക്തിയും ധൈര്യവും ഒക്കെ ഈശ്വരൻ തന്നല്ലോ. നന്നായി, ഇനി എഴുതാൻ പറ്റട്ടെ. ആ പുസ്തകം എനിക്ക് അയച്ചു തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഒരു വായനാനുഭവം എനിക്ക് ഉണ്ടാക്കിയല്ലോ. എന്തെങ്കിലും കാണുമ്പോൾ എൻ്റെ പുസ്തകങ്ങളും തരാം കേട്ടോ.